ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്യാമറ ഇവിടെയാണ്, പക്ഷെ ഞാൻ എൻ്റെ ഫേസിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കോഴി കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാവും, ആരും മൈൻഡ് ചെയ്യണ്ട. ഈ കോഴിയുടെയും കാക്കയുടെയും പൂച്ചയുടെയും ഒന്നും സൗണ്ട് ഇല്ലാതെ വീഡിയോ എടുക്കണമെങ്കിൽ പാതിരാത്രി ആവണം, അല്ലാതെ ഒരിക്കലും നടക്കത്തില്ല ഗൈസ്. ഇതുങ്ങളുടെ ശല്യം ഇങ്ങനെ ഉണ്ടാവും വോയിസിൽ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് പാടുപെട്ടിട്ടാണ് ഒന്ന് കൊടുക്കുന്നതെന്ന് അറിയാവോ. കുറച്ച് പറയുമ്പോഴത്തേക്കും കാക്ക കരയാൻ തുടങ്ങും, ഇറങ്ങിയിട്ട് കാക്കേനെ കല്ലെറി, പിന്നെ കോഴി കരയാൻ തുടങ്ങും, പിന്നെ ഇറങ്ങിയിട്ട് കോഴീനെ കല്ലെറി. അതാണ് എൻ്റെ അവസ്ഥ. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഈ ഒരു ഷെഡിന്റെ ഹോം ടൂർ ആണ്. കുറേ പേര് കമന്റ്സിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, വീടൊന്നും മുഴുവനായിട്ട് കാണിക്കുക. സത്യം പറഞ്ഞാൽ കാണിക്കാൻ മാത്രം ഒന്നുമില്ല. പിന്നെ നിങ്ങൾ അത്ര റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന്. ഞാൻ ആദ്യമേ വിചാരിച്ച് ഇതിൻ്റെ മാത്രമായിട്ട് വീഡിയോ ഒന്നും ഇടണ്ട, വെറുതെ എന്തിനാ, കാരണം കാണാൻ മാത്രം ഇതിലൊന്നും ഇല്ല. ഒറ്റൊരു ഹാള്, അത് നമ്മളൊരു റൂമായിട്ട് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തേക്കും. ഇത് തന്നെ ഉള്ളു ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. പിന്നെ നിങ്ങളെല്ലാവരും കമൻസിൽ അത്രയും ചോദിക്കുമ്പം അത് കണ്ടില്ല എന്ന് ഞാൻ നടിക്കുന്ന മോശമല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഹോം ടൂർ പോലെ, അതായത് ഷെഡിൻ്റെ ടൂറ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ പറയാം. ഞാൻ ആ വീട് പൊളിക്കുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും, അതായത് വീട് പൊളിക്കുന്നതും തറക്കല്ലിടുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട് പണിക്ക് ഇറക്കണം, അതാ ഫോൺ വാങ്ങണമെന്ന് ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ ഫോൺ എടുത്തതെന്ന്. അപ്പം അത് ഞാൻ പറഞ്ഞത് എനിക്കറിയാം, എന്തായാലും ചോദ്യം വരും, ആ പൈസ നിങ്ങൾക്ക് വീട് പണിക്ക് ഇറക്കിക്കൂടെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിശദീകരിച്ച് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ വീണ്ടും കമൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ ആ വീഡിയോ കാണാത്തവരായിരിക്കും, ഷോർട്സിലാണ് കമൻസ് വരാറ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പഴയ ഫോൺ ഞാനൊരു 2 വർഷത്തിന് അടുത്ത് ഇപ്പോൾ ഉപയോഗിച്ച്. ആ ഫോൺ മോശമാണ്, കൊള്ളത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏതൊരാൾക്കും, പ്രത്യേകിച്ച് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസ് ഇടുന്ന ഒരാൾക്ക്, കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ അങ്ങനെയുള്ള ഒരാൾക്ക് ഉള്ളൊരാഗ്രഹമായിരിക്കും നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനായിട്ട് നമ്മുടെ കയ്യിലൊരു ഫോൺ വേണമെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ കൊണ്ടുവരാൻ പറ്റും അത്രയും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഫോണിൽ നിന്ന് തന്നെ. അപ്പോൾ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വാങ്ങണം, നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചായിട്ട് കൂട്ടി വെച്ച പൈസക്കാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വീട് പണിക്ക് ഈ പൈസ ഇറക്കാത്തത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോൺ കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഇട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിയത്. പിന്നെ ഈ ഫോൺ വാങ്ങിച്ചപ്പം ഫുള്ള് പൈസ ഇറക്കിയിട്ടല്ല നമ്മൾ വാങ്ങിയത്. കുറച്ച് പൈസ, അതായത് ഒരു 60% എൻ്റെ സേവിങ്സ് ഉണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് പൈസ സെറ്റാക്കി ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ ചിലവർ കമൻറ്റ് ഇടുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട് വീഡിയോ, നല്ല ക്ലിയർ ഉണ്ട്. അതുമാത്രമല്ല പഴയ വീഡിയോസ് എന്ന് പറയുമ്പം ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്താൽ ഒരു 1 വീക്ക് എടുക്കും അതൊരു 20K അല്ലെങ്കിൽ 30K വ്യൂസ് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഇടുന്ന ഷോർട്സൊക്കെ അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട്. മാഷാ അല്ലാ, ഞാനിട്ട് ഒരു 2-3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ 10K ഒക്കെ അടിക്കുന്നുണ്ട്. ഞാൻ തന്നെ ആലോചിച്ച് എന്ത് അത്ഭുതം ഇവിടെ നടന്നതെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഒരു ഫോൺ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ പൈസ നമ്മൾ ഇൻഷാ അല്ലാ വീട് പണിക്ക് ഇറക്കും. അതാണ് നമ്മുടെ നിലവിലത്തെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം അതാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇത്ര പൈസ മുടക്കിയിട്ട് ഇതുപോലെ ഒരു ഷെഡ് കെട്ടിയത്, നിങ്ങൾക്ക് വാടകയ്ക്ക് പോയിക്കൂടായിരുന്നാണ്. അതിനും ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. നിങ്ങളുടെ സംശയം തീർത്ത് തരേണ്ടത് എൻ്റെ കടമയാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഷെഡ് കെട്ടാൻ കാര്യം, വാടകയ്ക്ക് നമ്മൾ എത്ര നാൾ, അതായത് ഇനി വാടകയ്ക്ക് നമ്മൾ പോയാൽ എത്ര നാൾ കൊണ്ട് ഈ വീട് പണി കഴിയുമെന്ന് നമുക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. നമ്മൾ കയ്യിൽ പൈസ വെച്ചിട്ടാണ് ഈ വീട് പണിക്ക് ഇറങ്ങുന്നതെങ്കിൽ ഇത്ര നാൾ, ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വീട് പണി പൂർത്തിയാകും. അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വാടകയ്ക്ക് പോകാം. ഇത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല വീട് പണി എപ്പോൾ കഴിയുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. ഇപ്പോൾ വാടകയെന്ന് പറയുമ്പോഴത്തേക്കും എത്ര നാൾ നമ്മൾ വാടക കൊടുത്ത് നിൽക്കേണ്ടി വരും, വാടകയും കറണ്ട് ബില്ലും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്ത് നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ വാടകയെ നോക്കണ്ട, ആരെയും നോക്കണ്ട, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഷെഡ് തട്ടിക്കൂട്ടിയാണെങ്കിലും കെട്ടി. ഇതിനും അത്യാവശ്യം പൈസയ്ക്ക് ആയിട്ടോ ഒരു 1 ലാഖിന് അടുത്തായതൊന്നും നമ്മൾ പണി തീർത്ത് വന്നപ്പോഴത്തേക്കും, ഇതും ബാത്റൂം കൂടെ ആയപ്പോഴത്തേക്കും. എന്തായാലും ഞങ്ങൾക്കിത് കെട്ടിയാൽ
വാടകയ്ക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട് പണി നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. എൻ്റെ ഷോർട്സിലും വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പണിക്കാരുള്ളപ്പോഴത്തേക്ക് അവരെ പോയി നോക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ നമുക്ക് എന്തുകൊണ്ടും ഈ ഷെഡിൽ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഇതൊക്കെ ഉമ്മാൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ് കേട്ടോ. ഉമ്മയാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഷെഡ് കെട്ടാം. ഞാൻ ഷിനാജും ഫസ്റ്റ് ടൈമൊക്കെ പറഞ്ഞത് നമുക്ക് വാടകയ്ക്ക് പോകാമെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞത് വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ സ്ഥലത്ത് ഷെഡ് കെട്ടിയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര നാൾ റെൻറ്റിന് നിൽക്കേണ്ടി വരും ഒന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ പണിക്കാരുടെ അടുത്ത് പോകാനും ഫുഡ് കൊടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. നമ്മൾ വാടകയ്ക്ക് പോയാൽ ഈ പണിക്കാർക്ക് 3 നേരമുള്ള ഫുഡും ചായയൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ വണ്ടിക്കൂലി കളയണം, പിന്നെ നമുക്ക് നനയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഈ ഒരു ഷെഡ് കെട്ടിയത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഷെഡിൻ്റെ കഥ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ മരം വീണാകെ പ്രശ്നമായെന്നൊക്കെ. അപ്പോൾ നമ്മൾ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഷീറ്റാണ്, ടാർപ്പായി. അത് നമുക്ക് ഫുള്ള് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ ഉടമ അതിനുള്ള നഷ്ടപരിഹാരം നമുക്ക് ചെയ്തു തന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പഴയ പോലെ ഒക്കെ സെറ്റാക്കിയേക്കുവാണ്. എന്നാലും ചെറിയ പേടിയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇപ്പോഴും മരങ്ങൾ ചുറ്റുമുണ്ട്. ഏത് നിമിഷവും കാറ്റും മഴയും വന്നാൽ വീഴാവുന്നുള്ളൊരവസ്ഥയിലാണ്. മഴ പെയ്താലൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കും. കാരണം നമുക്കറിയത്തില്ലല്ലോ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ലത് ഈ ഒരു ഷെഡിൽ നിൽക്കുന്നത് തന്നെയാണ്. അതും ഈ വീട് പണിയുടെ ടൈമിൽ. പിന്നെ വീട് പൊളിച്ച് വീട് പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഇഷ്ടംപോലെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായ കമൻസൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മളോട് ഇത്രയും സ്നേഹം ഉണ്ടല്ലോ, ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ടല്ലോ. കാരണം എന്താ സ്കിപ്പ് ചെയ്യാണ്ട്, അതായത് പരസ്യം വരുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് പോലും വീഡിയോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ താല്പര്യം ഇല്ലെങ്കിൽ പോലും, താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ പോലും ഞങ്ങൾ ഓണാക്കി വെക്കാറുണ്ട്. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടിക്കോട്ടെ, വീട് പണി വേഗം കഴിഞ്ഞോട്ടെ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പിന്നെയും അതിരുന്ന് ഇങ്ങനെ വായിക്കുമായിരുന്നിട്ട് ഞാൻ ഷിനാജിനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ കമൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കമൻസ് വായിക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു കമൻസ് കാണുമ്പോഴത്തേക്കും. എന്തായാലും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹവും. ഇനിയും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ വേണം. എന്നാലും നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു വീട് ഞങ്ങൾക്ക് പണിത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല. ഈ 2 കാര്യങ്ങളും ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. ഇനി എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് സ്ഥല സൗകര്യം ഭയങ്കര കുറവാണ്. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെയാണ് ഓരോന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നീറ്റ്നെസ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അതാരും മൈൻഡ് ചെയ്യണ്ട. എന്തായാലും നിങ്ങൾ അത്ര റിക്വസ്റ്റ് ചെയ്തതല്ലേ ഞാൻ എൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ ഇരുന്നതാണ് ഞാൻ. എന്തായാലും ഇതിൻ്റെ ടോട്ടൽ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ അതിൻ്റെ വീഡിയോ പോയി കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഷെഡിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു വാഷ് ബേസ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ. ഷെഡ് കെട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. നമ്മൾ അതുവരെ നിലത്തിരുന്നിട്ടായിരുന്നു, താഴെ ഇരുന്നിട്ടായിരുന്നു പാത്രം കഴുകുന്നത്. അത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഉമ്മ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ വാഷ് ബേസും സെറ്റാക്കി. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. 2 ബക്കറ്റിൽ നമ്മൾ കുടിവെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് തന്നെ വെച്ച്. പിന്നെ നമ്മൾ അകത്ത് തന്നെ അടുക്കളയാക്കാന്ന് ഓർത്തതാണ്. അപ്പം ചെറിയത് പറഞ്ഞ് നമുക്ക് പുറത്ത് സെറ്റ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ച് വിശാലമായിട്ട് നമുക്ക് നടന്ന് കുക്ക് ചെയ്യാമല്ലോ. അകത്ത് സത്യം പറഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് ഇല്ല. അകത്തായിരുന്നു നമ്മൾ അടുക്കള സെറ്റ് ചെയ്തിരുന്നെങ്കിൽ കൺജസ്റ്റഡ് ആയിപ്പോയിന്. കാരണം സ്ഥലക്കുറവുണ്ടായി. പിന്നെ താഴെയാണെങ്കിൽ സിമെന്റ് ഇട്ട് എന്തോ ഉമ്മ ചെയ്തിരിക്കുകയാണ്. എന്താണെന്നും പറയാൻ എനിക്കറിയത്തില്ല. അതൊക്കെ ഉമ്മ തന്നെ ചെയ്തതാണ് കേട്ടോ. ഈ തറയിൽ ഈ സംഭവം. ഇവിടെ മണ്ണായിരുന്നു. അപ്പം നമ്മൾ അടുക്കളയല്ലേ, മണ്ണാകുമ്പോഴത്തേക്കൊരു വൃത്തിക്കുറവല്ലേ എന്ന് ഓർത്തിട്ട് ഉമ്മ ചെയ്തതാണ്. പിന്നെ ആ സൈഡ് 2 സൈഡിലും ഇങ്ങനെ ഷീറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇത്ര ഉള്ള അടുക്കള, കൂടുതലൊന്നുമില്ല. പിന്നെ ഈ പൊടികളൊക്കെ നമ്മൾ മുകളിലാണ് കെട്ടിത്തൂക്കിട്ടേക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ TV വെച്ചിട്ടുണ്ട്. TV വെറുതെ ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ആ ഇതിലോട്ട് ചാരി വെച്ചിരിക്കുകയാണ്. നമ്മളിത് കണ്ട പകുതി വരെ കല്ല് കെട്ടിയാണ് പൊക്കിയേക്കുന്നത്. എന്നിട്ട് ബാക്കി പച്ചനെറ്റ് അടിച്ചേക്കുവാണേ. കാരണം ഈ പാമ്പും പഴുതാരം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കയറത്തില്ല. നമ്മൾ ഫുള്ള് പച്ചനെറ്റ് ആക്കിയല്ലോ. അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ കല്ലിങ്ങനെ കെട്ടി സെറ്റാക്കിയതാണ്. ഇതൊക്കെ ഉമ്മാൻ്റെ ഐഡിയകളാണ്. അങ്ങനെ TV ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെൻ്റെ ട്രൈപ്പോഡാണ് ഗൈസ്. അങ്ങനെ അതാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഈ ഡോർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പഴയ വീടിൻ്റെ ഞങ്ങളുടെ റൂമിൻ്റെ ഡോറാണ് കേട്ടോ. ഇത് കല്യാണ സമയത്ത് ഡോറ് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ പുതിയ ഡോറാണിത്. അത് തന്നെ നമ്മളിവിടെ സെറ്റാക്കി.
പിന്നെ ആ ഡോറെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയുടെ ഈ കട്ടളയും ഡോറൊക്കെ നമ്മുടെ പഴയ വീടിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഹാള്, ചെറിയൊരു ഹാള് പോലെ. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ കാര്യം കുറച്ച് വിശദീകരിച്ച് പറയാനുണ്ട്. ഇത് സീലിംഗ് ആണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. ഞങ്ങളുടെ റൂമിൽ സീലിംഗ് ഉണ്ടായിരുന്നല്ലോ പഴയ വീട്ടിൽ, അപ്പോൾ അത് പൊളിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ ഉപയോഗിച്ചതാണ്. ഇവിടെ ഇരിക്കുന്നത് അലമാരയാണ് കേട്ടോ. ഈ ഒരു ഭാഗം മറക്കാൻ അലമാരയും വെച്ച് ബാക്കി നമ്മൾ ഈ സീലിങ്ങിൻ്റെ ബോർഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആക്കി. ഡോറില്ല, നമുക്ക് ഈ കർട്ടൻ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞായിരുന്നു കേട്ടോ ഡോറ് വെച്ചോ, എന്തായാലും ഡോറ് വെക്കണമെന്ന്. പക്ഷെ ഞാൻ ഷിനാജുവാണ് പറഞ്ഞത് ഡോറ് വേണ്ട, കാരണം അത്യാവശ്യം പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇനിയും പൈസ മുടക്കി വെറുതെ എന്തിനാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ പൊളിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോറ് വേണ്ട, ഒരു കർട്ടൻ ഇട്ടാൽ മതി, ഞങ്ങൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഡോറ് വെച്ചിട്ടില്ല. ഈ കർട്ടനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് അലമാരയാണ്. ബാക്കി ഈ സീലിങ്ങിൻ്റെ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഈ സൈഡിലും സീലിങ്ങിൻ്റെ ബോർഡുണ്ട് കേട്ടോ. അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം നമ്മൾ മറ്റേ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന മുകളിൽ വെച്ചല്ലേ, അപ്പം ഈ പൂച്ച എലിയൊക്കെ കയറിയിട്ടുള്ള സംഭവം ഉണ്ട്. ഇതൊന്നും തുടച്ചാൽ പോകത്തില്ല കേട്ടോ. മാക്സിമം പോകുന്നത് ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ഇവിടെ ദേ നമ്മളെ പഴയ സോഫ, നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കല്യാണത്തിന് വാങ്ങിച്ചാണ് ഈ സോഫയൊക്കെ. പിന്നെ ടേബിള്, അത് രാവിലത്തെ ദോശയും സാമ്പാറുമാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്ഥല സൗകര്യം കുറവാണ് ഈ സാധനങ്ങളൊക്കെ വെക്കാൻ, അതുകൊണ്ട് നമ്മൾ ഈ കല്ല് കെട്ടിയതിൻ്റെ ഈ പൊക്കത്താണ് ഇങ്ങനെ ഓരോന്ന് അടുക്കി വെച്ചേക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ആ മരം വീണപ്പോഴേ സാരി പൊട്ടി വീണതാണ്. അത് നമ്മൾ സെറ്റാക്കിയിട്ടില്ല, അതിനെ സെറ്റാക്കണം. അത് ജസ്റ്റ് ആണി അടിച്ചൊന്ന് ശരിയാക്കണം ഇതേപോലെ. അപ്പോൾ ഈ പ്രാണികളൊന്നും നമ്മൾ കിടക്കുന്നിടത്തോട്ട് വീഴത്തില്ല, അതിനാണ് ഇങ്ങനെ കെട്ടുന്നത്. ഉമ്മാൻ്റെ അലമാര അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫാന് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു ഫാനാണ് കേട്ടോ. ഈ ഒരു ഫാൻ മാത്രമേ ഇവിടെ മുകളിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെയാണ് ഉമ്മ കിടക്കുന്നത്. അപ്പോൾ അവിടെ കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ മുകളിൽ ഓരോരോ അൽക്കുലത്തെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ മെസ്സായിട്ട് കിടക്കുവാണ്. നമുക്ക് വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇവിടെ കാണിക്കാനുള്ളത്, വേറൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് വെക്കും. നമുക്ക് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ കുളിക്കാനും തുണി കഴുകാനൊക്കെ അതിൽ നിന്നാണ് നമ്മൾ മുക്കിയെടുക്കുന്നത്. പിന്നെ ഇവിടെയാണ് ബാത്റൂം. ഈ ഷീറ്റ് നമ്മൾ പഴയ വീടിൻ്റെ ഷീറ്റ് വെച്ചിട്ട് മറച്ചതാണ്, കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട്. ആ ഒരു ഭാഗത്ത് ഷീറ്റ് പൊട്ടിയിരിക്കുന്നുണ്ടല്ല, അത് ആ മരം വീണപ്പോഴത്തേക്കും പൊട്ടിയതാണ്. ഈ ഡോറും നമ്മുടെ പഴയ ബാത്റൂമിൻ്റെയാണ്. അങ്ങനെ ബാത്റൂം അങ്ങനെ ഒരു തട്ടിക്കൂടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വലിയ വിശദീകരിച്ച് പറയാൻ മാത്രമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ ഒരു ഹാളിൽ ഞങ്ങളുടെ റൂം മാത്രം ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തു, അതേ ഉള്ളൂ ഇപ്പോൾ പറയാൻ മാത്രം. പിന്നെ അടുക്കള നമുക്ക് പുറത്താണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. സത്യം പറഞ്ഞാൽ പഴയ വീട്ടിലെ റൂമിനെക്കാട്ടി നല്ല വലിപ്പവും സൗകര്യം ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഹാളാണെങ്കിലും നമ്മുടെ റൂമാണെങ്കിലും നമ്മുടെ പഴയ വീടിനെക്കാട്ടി സ്ഥല സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ഈ ഫാനാണ് കേട്ടോ, ഈ ഫാനാണ്. കാറ്റ് നമുക്ക് കുഴപ്പമില്ല, കിട്ടും. പിന്നെ ഇവിടെ രാത്രിയായാലും നല്ല തണുപ്പാണ്, ഉച്ചക്ക് ഒടുക്കത്തെ ചൂടാണ്. മഴ പെയ്താൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ വെയിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ കറണ്ട് ഉണ്ടാകുന്നു. കറണ്ടൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഇതുപോലൊരു തുണി ഇങ്ങനെ ജസ്റ്റ് വെച്ചിരിക്കുന്നതേ, ഞാൻ ആ മൂലക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മറിയാൻ തിരിയുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മുട്ട് ഈ കല്ലിൽ കൊണ്ടിട്ട് 2-3 പ്രാവശ്യം ഒരഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റിന് ഞാൻ കർട്ടൻ കൊണ്ട് അങ്ങനെ ഇട്ടേക്കുവാണേ. പിന്നെ ഇവിടെ നമ്മുടെ അലമാര വെച്ചിട്ടുണ്ട്. അലമാരയുടെ മുകളിലൊക്കെ കുറേ പെട്ടിയും പാണ്ടക്കെട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് കയറ്റി വെച്ചേക്കുവാണ്. പിന്നെ ഈ ഒരു പെട്ടി ചെറിയതിൻ്റെയാണ് കേട്ടോ. അസുവാൻ്റെ ബാസ്ക്കറ്റാണ്, അവളെ പ്രസവിച്ച് കിടന്ന ടൈമിലുള്ളത്. അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു സ്കൂൾ അടച്ചപ്പം. അപ്പോൾ തുണികളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തന്നെ വരും. അല്ലുമോൾക്ക് മദ്രസ ഉണ്ടായിരുന്നു, അപ്പോൾ മദ്രസയിൽ എക്സാമാണ്. എക്സാമിന് പോയതാണ്. എക്സാം കഴിഞ്ഞാൽ അവർ വരും, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാതെ പോയിട്ട് കൊട്ട ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് മോട്ടർ ഇടണമെങ്കിൽ അവിടുത്തെ നമ്മളിപ്പോൾ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നില്ല, അവിടെയാണ് നമ്മൾ കറണ്ടിൻ്റെ ഈ കണക്ഷനൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ പോയാലേ നമുക്ക് മോട്ടർ ഇടാനും ഓഫാക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കും, അവിടെ പോയി ഒരാൾ സ്വിച്ച് ഇടും ഓഫാക്കും, അങ്ങനെയാണ്. അപ്പോൾ റൂം കണ്ടില്ലേ, ഇത്രയൊക്കെ തന്നെ ഉള്ളു കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും മിക്കവാറും. പിന്നെ പുറത്ത് ഈ ഡ്രമ്മിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പാത്രം കഴുകാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ പൈപ്പ് കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മോട്ടർ അടിച്ച് എല്ലാത്തിലും നിറച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോൾ അതെ അവിടെയാണ് നമ്മുടെ വീട് പണി നടക്കുന്നത്. ആ കല്ലിരിക്കുന്നുണ്ടല്ലേ, ഫോക്കസ് ആവുന്നില്ല, ഒരു മിനിറ്റ്. അവിടെയാണ് നമ്മുടെ വീട് പണി നടക്കുന്നത്.
അത് കണ്ടില്ല, ഒരു കറണ്ടിൻ്റെ ബോർഡ് അവിടെ വേണം നമുക്ക് മോട്ടർ ഇടാൻ പോകാം. കല്ല് ഇറക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പടവ് തുടങ്ങാൻ. ഇപ്പം തുടങ്ങുമെന്നൊന്നും അറിയില്ല. കല്ല് വന്നിട്ടുണ്ട്. കാക്കയാണെങ്കിൽ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ നമ്മുടെ പഴയ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയേ, വീട് പണി നടക്കുവാണ്. അവിടെ ഫുള്ള് റബ്ബറൊക്കെ മുറിച്ചിട്ട് ഫുള്ള് വീടുകൾ വരുവാണ് കേട്ടോ. അവിടെ ഒരു 3 വീട് പണിതുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ, മുകളിലിരുന്ന ഷീറ്റ് കീറിയായിരുന്നു മരം വീണപ്പോഴത്തേക്ക്. അപ്പോൾ വേറെ ഷീറ്റ് അവർ വാങ്ങിച്ചു തന്നതാണ്. അതിട്ടപ്പോഴത്തേക്ക് നമുക്ക് ആ വാഷ് ബേസിൻ്റെ അവിടം വരെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മഴ പെയ്താലും നമുക്ക് അവിടെ നിന്ന് സുഖമായിട്ട് പാത്രം കഴുകാം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഷെഡിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ പേര് നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്, ഇങ്ങനത്തെ വീടാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. പഴയ പോലെ ഞാൻ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലോങ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.